കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. ബസിന്റെ ചില്ലടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം എറണാകുളത്ത് ഇടപ്പള്ളിയിലായിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്യാമ, എന്തിനാണ് ഈ ബസ് ജീവനക്കാർ നടു റോഡിൽ ഇങ്ങനെ തമ്മിലടിച്ചത്? മാരകായുധങ്ങളൊക്കെയായി. വിജയകുമാർ, സമയക്രമത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് ഈ ബസ് ജീവനക്കാർ തമ്മിലടിക്കുകയും ഒടുവിൽ കമ്പികൾ ഉപയോഗിച്ച് ബസിന്റെ ചില്ല് തല്ലി തകർക്കുകയും ചെയ്തത്. ഇടപ്പള്ളി ജംഗ്ഷനിൽ രാവിലെ 10 മണിക്ക് ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു ഈ അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതോടെ അവിടെ വലിയ ഗതാഗതക്കുരുക്കും ഉണ്ടായിരുന്നു. കലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് പറവൂർ റൂട്ടിലോടുന്ന മറ്റൊരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ബസിന്റെ ചില്ലുകൾ തല്ലി തകർക്കുകയും ചെയ്തത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ ബസ് ജീവനക്കാരോട് എളമക്കര സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട കേസാണല്ലോ. മാരകായുധങ്ങളുണ്ട് നടു റോഡിൽ, മറ്റുള്ള യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ നിലയിൽ തമ്മിലടിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണല്ലോ. പോലീസ് വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടയക്കുന്നത് കൊണ്ടാണല്ലോ ശ്യാം ഇത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരെ ഈ നടു റോഡിൽ ഗുണ്ടായിസം കാണിക്കാൻ ഇങ്ങനെ അനുവദിക്കുന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ പോലീസ് കുറെ കൂടി ശക്തമായി ഇടപെടുമായിരിക്കും ഈ കേസിൽ, അല്ലേ? വിജയകുമാർ, സ്വാഭാവികമായിട്ടും പോലീസ് ഇത്തരം കേസുകളിൽ ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും തുടർന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ഒരു നടപടിക്രമം. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാറില്ല. ഇന്ന് ഈ അക്രമം ഉണ്ടാകുമ്പോഴും സ്വകാര്യ ബസ്സിനുള്ളിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അവർ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവരെ ഇറങ്ങി ഓടുകയായിരുന്നു, ജീവനിൽ ഭയന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായി. പക്ഷേ പോലീസിന്റേതൊരു പേരിനുള്ള നടപടികളിൽ അവസാനിക്കുന്നതാണ് ഇത്തരം അക്രമവുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ സ്വകാര്യ ബസ് ജീവനക്കാരെ, ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും ഇടപ്പള്ളിയിൽ സംഭവിച്ചത്. ഇതിൽ കൂടുതൽ നിയമ നടപടികളൊന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. യെസ്, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങൾ എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ്. അവിടെ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അത് ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചു. മാരകായുധങ്ങളൊക്കെയായി പരസ്പരം പോരടിക്കുന്ന ബസ് ജീവനക്കാരാണ്. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളൊക്കെ ആ ബസ്സിൽ നിറങ്ങി ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം.